സൺസ്ക്രീൻ ആപ്ലിക്കേഷനിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സൺസ്ക്രീൻ മിസ്റ്റ് സ്പ്രേ. ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നോക്കാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ അതിന്റെ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യണം. അതായത് നമുക്കറിയാലോ, ടീസ്പൂൺ റൂൾ, ഫിംഗർ ടിപ്പ് റൂൾ ഒക്കെ. പക്ഷെ മിസ്റ്റ് സ്പ്രേയിൽ നമ്മൾ വരുന്നത് ഒരു തിൻ ലെയർ ഓഫ് സൺസ്ക്രീൻ മാത്രമാണ് ഫേസിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ഏരിയാസിലോ വരുന്നത്. അപ്പൊ അതൊട്ടും ഇഫക്റ്റീവ് അല്ല. അതുപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ക്രീംസ്, ലോഷൻസ്, ജെൽസ് തന്നെയാണ്. സ്റ്റിക്സിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ വാക്സിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇതേപോലെ 4 പ്രാവശ്യം മേലേക്കും അതുപോലെ താഴേക്കും അപ്ലൈ ചെയ്യണം എന്നൊരു പറയുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം ഇഫക്റ്റീവ് അല്ല. അതുപോലെ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് പോലെയുള്ള ഫിസിക്കൽ സൺസ്ക്രീൻസ് ഈ സ്റ്റിക്സിൽ കുറച്ചു നാള് നിന്ന് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവാനും ക്രാക്ഡ് ആയി പോവാനും സാധ്യതയുണ്ട്. ഇനി സൺസ്ക്രീൻ സ്പ്രേസ് ഉണ്ട്, അതിൽ ഇൻഹലേഷണൽ ടോക്സിസിറ്റി റിസ്ക് ഉണ്ട്. എസ്പെഷ്യലി ടൈറ്റാനിയം ഡയോക്സൈഡ് അത് ലങ്സിൽ മെറ്റബിളൈസ് ചെയ്യില്ല, അത് ലങ്സ് അതിനെ ഒഴിവാക്കില്ല. അപ്പൊ അത് അവിടെ കെട്ടിക്കിടന്ന് റിസ്ക്സ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ബെൻസീൻ കണ്ടെയ്നിങ് സൺസ്ക്രീൻസ് ആണെങ്കിൽ അതിനും റിസ്ക് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്.